നമ്മുടെ കേരളത്തിൽ ടൂ വീലറിന് 80 കിലോമീറ്റർ വേഗപരിധിയിൽ ഇപ്പോഴും യാത്ര ചെയ്യാമെന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു മുന്നറിയിപ്പ്. നിലവിലുള്ള നിയമപ്രകാരം കേരളത്തിൽ ഏത് റോട്ടിലായാലും 60 കിലോമീറ്റർ പരിധിയിൽ മാത്രമേ ടൂ വീലറുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുള്ളൂ. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന് ട്രിവാൻഡ്രത്തോട്ട് വരുന്ന വഴിക്ക് 66 കിലോമീറ്റർ വേഗതയിൽ ടൂ വീലർ ഓട്ടിച്ചെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയത് 1500 രൂപ പിഴയാണ്. അതിന് സ്റ്റേറ്റ് ഹൈവേ ആയാലും നാഷണൽ ഹൈവേ ആയാലും 6-വരിപ്പാതയായാലും 4-വരിപ്പാതയായാലും ടൂ വീലറിന് 60 കിലോമീറ്റർ മാത്രമേ വേഗപരിധിയുള്ളതാണ് കഴിഞ്ഞ ദിവസം അറിയാൻ കഴിഞ്ഞത്. ഇന്ന് കേരളത്തിലുള്ള പല നിയമങ്ങളും സാധാരണക്കാർക്ക് മാത്രമായിട്ടുള്ളതെന്ന് കണ്ടു മനസ്സിലാക്കിയ ദിവസം കൂടിയായിരുന്നു ഇന്നലെ. 66 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ 1500 രൂപ നമുക്ക് പിഴയിടുന്ന സമയത്താണ് വളവ് തിരിഞ്ഞ് ഒരു KSRTC ഓവർ സ്പീഡിൽ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. നോക്കി നിൽക്കാൻ മാത്രമേ സാറന്മാർക്ക് കഴിഞ്ഞുള്ളൂ. വണ്ടി ഒന്ന് കൈ കാണിക്കാനോ ഫോട്ടോ എടുക്കാനോ പോലും ആർക്കും കൈപൊങ്ങിയില്ല. എന്ത് പോക്കാണ് KSRTC പോലീസിന് മുന്നിൽ കൂടെ തന്നെ പോയത്. നിയമങ്ങൾ സാധാരണക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഓവർ സ്പീഡും ഓവർടേക്കിങ്ങും റോഡ് നിയമങ്ങളൊന്നും KSRTCക്ക് ബാധകമല്ലേ? KSRTC പിടിച്ചു നിർത്തി പിഴയിടാനുള്ള ചങ്കൂറ്റൊന്നും കേരള പോലീസിനില്ലേ? KSRTC ബസ്സിന് പുറകിൽ ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. അപകടകരമായിട്ടാണ് KSRTC റോഡുകളിൽ ഓടുന്നതെങ്കിൽ വീഡിയോ എടുത്ത് അയക്കാനായിട്ടുള്ള ഒരു വാട്സ്ആപ്പ് നമ്പറാണിത്. പക്ഷേ ഇതിലെ ജീവനക്കാർ തന്നെ ഈ നമ്പർ കാണാൻ പറ്റാത്ത രീതിയിൽ കീറി കളഞ്ഞിട്ടുമുണ്ട്. മുമ്പുണ്ടായിരുന്ന പോലെ ഒരു വണ്ടിയിലും ഇപ്പോൾ ഈ നോട്ടീസോ ഈ നമ്പറോ കാണാൻ പോലുമില്ല. പക്ഷേ പോകുന്ന വഴിക്ക് തന്നെ ഒരു KSRTCയുടെ പുറകുന്ന് എനിക്ക് ആ നമ്പർ കിട്ടി. 91 88 61 93 80. ഞാൻ എന്തായാലും ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് ഈ നമ്പർ സേവ് ചെയ്ത് വെക്കാം. ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്ന സ്ഥിതിക്ക് നമ്മളത് ഉപയോഗിക്കണമല്ലോ. മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷയില്ല. എന്നാലും മാറ്റത്തിന് വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം. എത്രയാ? 1500 രൂപ. എത്ര കിലോമീറ്റർ പറയുന്നു? 60. ആ, ഇപ്പൊ എത്രയായിരുന്നു ഇപ്പൊ വന്നേ? എത്രയാണ്? 66. അതൊക്കെ പോകും. അങ്ങനെ ചൂടത്ത് നല്ല ചൂടായിട്ട് ഒരു 1500 രൂപ ഓവർ സ്പീഡിന് കിട്ടിയിട്ടുണ്ട്. എന്താ അവസ്ഥ എന്നാണേ അനീഷ. പക്ഷെ ആ 66 വന്നപ്പോഴേ ആ സ്ക്രീനിൽ പക്ഷേ നമ്മളെ നമ്പർ ഇല്ലായിരുന്നല്ലോ അല്ലേ? സംഭവം വണ്ടി നിർത്താൻ പറയും. വണ്ടി നിർത്തിയ ശേഷം മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് എല്ലാം കയറ്റുക ചെയ്ത്. ആ അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, അവരതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തിയില്ലെങ്കിൽ അവർ ഫോട്ടോ എടുക്കും. ബാക്കിൽ നിന്ന് കിട്ടുമല്ലോ. അത് ക്യാമറ ഓണാക്കി വെച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അതെ, ഓണാക്കി വെച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അതെ, അത്രേ ഉള്ളൂ. അഥവാ നിർത്തിയില്ലെങ്കിൽ ബാക്കിൽ ഫോട്ടോ എടുക്കും. നിർത്തി കഴിഞ്ഞാൽ ആ ഫോണിൽ തന്നെ എടുക്കുന്നത്. അതെ, നമ്മള് വണ്ടിയൊക്കെ കൊണ്ട് നമ്മൾ ഇത്രയും ലോങ്ങൊക്കെ പോകുമ്പോഴത്തേക്കും